നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്കല്ലൂർ സെന്റർ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ഇബ്രാഹിം ഹാജി മെമ്മോറിയൽ പ്രഥമ ജനസേവാ പുരസ്കാരം ഏറ്റുവാങ്ങി. കരൂപ്പടന്ന പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ആൽഫ വെള്ളാങ്കല്ലൂർ സെന്റർ ആക്ടിംഗ് പ്രസിഡന്റ് ഷെഫീർ കാരുമാത്ര, പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളിൽ നിന്നും ആദരം ഏറ്റുവാങ്ങി. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ ആൽഫ മാള സെന്റർ സംഘടിപ്പിച്ച രണ്ടാമത് സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിന് സമാപനം. ജൂൺ 11 മുതൽ 4 ദിവസം 100 പേരിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 15 പേർക്കായിരുന്നു ഇന്ന് മാമോഗ്രാം ടെസ്റ്റ് നടത്തിയത്. മാമോഗ്രാം ടെക്നീഷ്യന്മാരായ ഷബാന നിഷാദ്, ഫർസാന ഇബ്രാഹിം എന്നിവർ ആയിരുന്നു പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. മാള സെന്റർ ഭാരവാഹികളായ ഡോക്ടർ രാജു വർഗീസ്, ഉണ്ണികൃഷ്ണൻ, ലിസി ജോണി, ഷീല ജോസ്, നിസ അഷ്റഫ്, സ്റ്റാഫ് അംഗങ്ങളായ ജിൽസ മധു, ലിജി സുധീർ, ഫാത്തിമ, പ്രേംകുമാർ തുടങ്ങിയവർ സംഘാടനത്തിന് നേതൃത്വം നൽകി. ആൽഫ ചാലക്കുടി സെന്ററിന്റെ പുതുതായി നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിനായി പുനർജനി ഫിസിയോതെറാപ്പി സേവനം നേടുന്ന കൂടപ്പുഴ ശിവാനന്ദം വീട്ടിൽ ഗണേശൻ 50,000 രൂപ സംഭാവന നൽകി. സെന്റർ വൈസ് പ്രസിഡന്റ് കൊച്ചപ്പൻ സംഭാവന സ്വീകരിച്ചു. കാസർഗോഡ് വിദ്യാനഗർ ലയൺസ് ക്ലബ്ബും ആൽഫ കാസർഗോഡ് സെന്ററും ചേർന്ന് ഹിദായത് നഗറിലെ ക്യാൻസർ രോഗിക്ക് ധനസഹായം നൽകി. മധൂർ പഞ്ചായത്ത് ചേറ്റിൻകുഴി മെമ്പർ ഹബീബ് പങ്കെടുത്തു. ഭഗവതി നഗറിൽ ആഷിഖിനാണ് 10,000 രൂപയുടെ ധനസഹായം കൈമാറിയത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് എ പ്രഭാകരൻ നായർ, സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിനോദ് കുമാർ, ട്രഷറർ എം ചന്ദ്രഭാനു, ജിൽജിൽ, പി വി മധുസൂദനൻ, പ്രൊഫസർ വി ഗോപിനാഥൻ, അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.